സംഭവം എന്ന് വെച്ചാൽ ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് യോജിക്കുന്നുവെങ്കിൽ വോട്ട് ചെയ്യണം. നമ്മുടെ വീട് എവിടാ? അവിടെയാണോ? പ്രിയപ്പെട്ടവരെ, ഇത്തവണത്തെ നിയമസഭാ സ്ഥാനാർത്ഥികളിൽ ആസ്തിയിൽ ഏറ്റവും പിന്നിലാണെങ്കിലും ഒപ്പം മത്സരിക്കുന്നവർ പ്രബലരാണെങ്കിലും SUCI കമ്മ്യൂണിസ്റ്റിന്റെ സാരഥി ആഷ്ന തമ്പിക്ക് ഭയം ലവലേശമില്ല. കാരണം ആഴത്തിലുള്ള അറിവിലും വ്യക്തമായ കാഴ്ചപ്പാടിലും പാവപ്പെട്ടവനോടൊപ്പം നിൽക്കുന്ന കാര്യത്തിലും ഏറെ മുന്നിലാണ് ആഷയുടെ പ്രസ്ഥാനം. ആളുകളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വോട്ട് ചോദിക്കുകയാണ് ഇവർ. ആൾക്കൂട്ടമില്ല, ആരവമില്ല. സ്ഥാനാർത്ഥി ഇവിടുത്തെ പേര് ആഷ്ന തമ്പി. അറിയാലോ, വായിച്ചു വെക്കണോ? ശരി, സ്ഥാനാർത്ഥി അറിയാലോ. ശരി, SUCI അറിയാമല്ലോ. നമ്മുടെ ഒരു രാഷ്ട്രീയം ജനകീയ സമര രാഷ്ട്രീയമാണ്. സ്ഥാനാർത്ഥിയാണ്, കണ്ടായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരു പത്രമാണ്. നമ്മുടെ നമുക്ക് എന്ത് കിട്ടിയാലും അത് തിരിച്ച് സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളൊരു ആദർശം വെച്ച് പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഭാഗമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വ്യക്തിപരമായ സമ്പാദ്യങ്ങളൊന്നും ഇതിലൂടെ ലഭിക്കുന്നതൊരു പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമേ അല്ലെന്നുള്ളൊരു മനസ്സിലാക്കൽ നമ്മൾക്കുണ്ട്. അതുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ഷന് ആസ്തിയെ കുറിച്ചുള്ള ഒരു ചോദ്യം വന്നപ്പോഴാണ് ആഷ്ന ഇത്ര പോപ്പുലർ ആയത്. ഏറ്റവും കുറഞ്ഞ ആസ്തി ഉള്ള ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ആഷ്ന. അത് ഒരു കരുത്തായിരുന്നോ അതോ എന്തായാലും ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും തോന്നില്ല. കാരണം നമ്മുടെ വസ്തുനിഷ്ഠമായ കാര്യമാണ്. കാരണം ഞാൻ പാർട്ടിയുടെ ഫുൾ ടൈം പ്രവർത്തകയാണ്, ജേർണലിസ്റ്റ് ആണ്, പാർട്ടിയുടെ മീഡിയ വിങ്ങിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വേറെ പ്രത്യേകിച്ച് ആസ്തികളോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ കയ്യിൽ എന്തൊന്നുണ്ടായിരുന്നു അത് നോമിനേഷൻ പേപ്പറിൽ ഫില്ല് ചെയ്ത് വെച്ചെന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതെന്ന് വെച്ചാൽ എൻ്റെ മാത്രമല്ല, സാധാരണക്കാരനായ എൻ്റെ പ്രായത്തിൽപ്പെട്ട യുവാക്കളെയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലൊക്കെ ഇത്രയും പൈസയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 84 രൂപ എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് പലരും ഈ ഇലക്ഷനെ കടന്നു വരുമ്പോൾ ആസ്തി ഇത്രേ കാണത്തുള്ളൂ. പക്ഷേ 1-2 തവണ ടൈം കഴിയുമ്പോൾ അവരുടെ ആസ്തി അദാനിക്കൊപ്പം വളരുന്നൊരു കാഴ്ച കണ്ടു. അതിനോട് എങ്ങനെയാണ് നമ്മൾ കണ്ടത്? നമ്മൾ അങ്ങനെ അത് ഒരിക്കലും അങ്ങനെ വളരാൻ പറ്റത്തില്ല. കാരണം ഇതുകൊണ്ട് കിട്ടുന്ന വരുമാനം ഒരിക്കലും അങ്ങനെ ആകുന്നില്ല. പിന്നെ എന്താ അങ്ങനെയൊക്കെ വരുന്നത്? അതിന്റെ സംഭവങ്ങൾ എന്നായിരിക്കും? കാരണം രാഷ്ട്രീയത്തെ ഒരു വ്യക്തിപരമായ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള ഒരു മാധ്യമമാക്കി കാണുന്നതുള്ള പ്രശ്നമാണത്. ഈ പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടികളുടെ എല്ലാം എത്തിക്സ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബൂർഷ്വാസിക്ക് അനുകൂലമായുള്ള നയങ്ങളും അല്ലെങ്കിൽ പോളിസീസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംഘടനയുടെ ഭാഗമായിട്ടിരിക്കുന്ന ആളുകൾക്ക് ബൂർഷ്വാ സംസ്കാരം തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അവർ വ്യക്തിപരമായ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നമുക്ക് തികച്ചും വിയോജിപ്പാണ്. നമ്മൾ തൊഴിലാളി വർഗ സംസ്കാരം പേറുന്ന ഒരു സംഘടനയുടെ പ്രതിനിധി കൂടെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും വ്യക്തിപരമായ ലാഭം ഇതിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളതില്ല. നമുക്ക് എന്ത് കണ്ടോ അത് സമൂഹത്തിന് വേണ്ടി നമ്മൾ നിസ്വാർത്ഥമായി സംഭാവന ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു മനസ്സുള്ള പ്രവർത്തകരുള്ള സംഘടനയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഒത്തിരി ആളും ആരവമൊക്കെ ആയിട്ട് പല രാഷ്ട്രീയ കക്ഷികളും പ്രവർത്തനത്തിൽ വരുന്നത്. പക്ഷേ 2 പേര് മാത്രമായിട്ട് നിങ്ങൾ അതിൻ്റെ ധൈര്യം എടുത്ത് കാണേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ആസ്തിയിൽ ആൾ കുറവാണെങ്കിലും പ്രവർത്തനങ്ങളിലും എല്ലാം വളരെ വിജയം ആകട്ടെ. വിജയാശംസകൾ നേരുന്നു.